പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടേണ്ട ഒരു ഭാഗത്തേക്ക് ഞാൻ പോകാറില്ല. കാരണം അതിനെ പറ്റിയൊരു പരുവല്ലേ ഇപ്പോൾ. പിന്നെ പാട്ട് പാടിയിട്ട് പാട്ടിനെ വികൃതമാക്കേണ്ട കാര്യമില്ലല്ലോ. പാടാൻ അറിയുന്ന ചെറുപ്പക്കാരെന്നോളം പാടട്ടെ. അല്ല, മൂളുന്ന കണ്ടപ്പോൾ അതിനനുസരിച്ച് ചുണ്ടാനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് സാധാരണഗതിയിൽ ഞാൻ പാടും. പാട്ട് മനുഷ്യൻ്റെ ആരോഗ്യത്തിനും മനസ്സിനും എല്ലാം ഒരു വളർച്ചയ്ക്ക് സഹായക. നല്ല പാട്ടുകൾ, എത്ര പാട്ടുകൾ. മലയാളത്തിൻ്റെ ഒരു ഗാന വസന്തം എന്ന് പറയുന്നില്ലേ, നമ്മളെ പാട്ടുകളല്ലേ. അതെ, നീലക്കുയിന് മുതൽ ഇങ്ങോട്ട് വന്നതല്ലേ. നമ്മൾ കവിത്രയങ്ങളെന്ന് പറയുന്നത് 3 പേരാണല്ലോ. അത് കമ്മ്യൂണിസ്റ്റ് കവിത്രയങ്ങൾ എന്ന് പറയും. ഭാസ്കരൻ, വയലാർ, ONV. മലയാള ഭാഷയിലെ നല്ല നല്ല പദങ്ങൾ കോർത്ത് വെച്ച് മനോഹരമായ മാല കോർത്തതല്ലേ ഒരു പാട്ട്. അത് വയലാറിൻ്റെ പാട്ടുകൾ. വയലാറിൻ്റെ സിദ്ധി അല്ലേ. അതെ. വയലാറും ദേവരാജൻ മാഷും യേശുദാസും കൂടി ചേർന്ന ഗാനത്രയം ഒരു ദശാബ്ദക്കാലത്തോളം കേരളത്തെ അടക്കി വാണു. ഇന്നും എത്രത്തോളം ഗ്രാഹ്യമായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വയലാർ, ദേവരാജൻ, യേശുദാസ്, ഒരു ആ ത്രയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗാനത്തിൻ്റെ പിന്നാമ്പറങ്ങളും എല്ലാം അങ്ങനെ അറിയുന്ന. പിന്നെ ഞാൻ പറയാലോ, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. ഈ പാട്ടിനൊരു പ്രത്യേകത, ഈ പാട്ട് എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചു ദേവരാജൻ മാഷയും വയലാറിനെയും. ഏൽപ്പിച്ചതിന് ശേഷം പിന്നെ വയലാർ 2 വരി എഴുതി ഒറ്റൊരു പോക്ക, പിന്നെ കിട്ടിയില്ല. പിന്നെ വയലാർ പലയിടത്തുമായി. അങ്ങനെയാണ് അന്നത്തെ ഒരു കമ്പനി. അങ്ങനെയാണ് ഒരുപാട് സുഹൃ വലയങ്ങളാണ്. കുട്ട എന്നെല്ലാവരും വിളിക്കും വയലാറിനാണ്. ദേവരാജൻ മാഷും അന്വേഷിച്ച് നടന്നു. അന്ന് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്ന പ്രേം നസീർ പിണങ്ങിപ്പോയി. കാരണം സമയത്ത് പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് വീണ്ടും റീഷെഡ്യൂൾ ഇടവന്നു. അങ്ങനെ വന്നപ്പോൾ അവസാനം എഴുതി കൊടുത്ത മറ്റ് വരികൾ, ആ വരികൾ നമ്മുടെ മനസ്സിൽ നിന്ന് എങ്ങനെ പോവുക? ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. അത് വയലാർ ഒരുപക്ഷെ പാടിയ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അന്ത്യഗാനം എന്ന പോലെ ഈ പാട്ട് എഴുതിയത്. ആ പാട്ട് നമ്മുടെ മനസ്സിൽ പോകാത്ത പാട്ടല്ലേ. ഈ പറഞ്ഞ 3 ആൾക്കാരെയും നേരിട്ട് പരിചയമുണ്ട്. 3 പേരും നേരിട്ട് പരിചയമുണ്ടായിരുന്നു. അതൊരു വലിയ ഭാഗ്യമാണ്. യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ, ഞാനൊരു പക്ഷേ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ്. ചെറുപ്പകാലത്ത് കേൾക്കുന്ന പാട്ടാണ്. ഞാൻ അദ്ദേഹവുമായി മാനസികമായി അടുക്കാൻ കാരണം ഒരു പാട്ടാണ്. 1000 പാദസ്വരങ്ങൾക്കിരുങ്ങി ആലുവപ്പുഴ പിന്നെയും ഒഴുകി. ആ പാട്ട് കേട്ടപ്പോഴാണ് എനിക്ക് ഇദ്ദേഹമായിട്ട് അടുക്കണം തോന്നിയത്. പിന്നെ നിരവധി പാട്ടുകൾ. ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന തിരുവനന്തപുരത്ത് വെച്ചാൽ. വളരെ കൊച്ചുനാളിലേ പരിചയപ്പെട്ടിട്ട് ആ പരിചയം മനസ്സിൽ കൊണ്ടു കിടക്കായിരുന്നു. അദ്ദേഹത്തെ കാണണം, ഒന്ന് സംസാരിക്കണം, എൻ്റെ മനസ്സ് എപ്പോഴും കൊതിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് തിരുവനന്തപുരം സംഗീത കോളേജിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. കണ്ടതിന് ശേഷം കൈപിടിച്ച് കുലുക്കി. അപ്പോൾ ടി ബാലകൃഷ്ണൻ IAS അദ്ദേഹം പരിചയപ്പെടുത്തി. പന്നീനെ അറിയോ? യേശുദാസ് പറഞ്ഞു, എനിക്കദ്ദേഹത്തെ നേരത്തെ അറിയാം, പക്ഷെ നേരിട്ട് പരിചയപ്പെട്ടില്ലെന്നേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദകരമായൊരു നിമിഷമായിരുന്നു അത്. അപ്പം വയലാറിൻ്റെ ഗാനങ്ങൾ പാടിയ യേശുദാസിനെ, നമ്മുടെ ദേവരാജൻ മാഷുടെ പദങ്ങൾ നൃത്തം ചെയ്യിക്കുന്ന ആ ഗാനങ്ങൾക്ക് ശബ്ദം പകർന്ന യേശുദാസിനെ നമ്മൾ നേരിട്ട് കണ്ടാൽ നമുക്കുണ്ടാകുന്ന അനുഭൂതി എന്താ? അതുകൊണ്ടൊരു വലിയ കാര്യമായിരുന്നു യേശുദാസ്. തീർച്ചയായിട്ടും. അപ്പോൾ യേശുദാസ് പാടുന്ന പാട്ടുകളും നമ്മളെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹീത ഗാനങ്ങളായിരുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാ
ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ ആഹാ ആഹാ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി. ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വരി, അത് ഏത് വരിയെന്ന് സാറിന് പറയാൻ എനിക്കറിയാം. ഒരു കണ്ണിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നനഞ്ഞു. അത് ഏതോ ഒരു നഷ്ടപ്രണയത്തിൻ്റെ. പിന്നെ തീർച്ചയായിട്ടും ഒന്ന് പറയണം സാർ. പ്രണയമില്ലാത്ത മനസ്സുണ്ടോ? ഒരു മനസ്സും കാണില്ല. കാരണം മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ പ്രണയം എന്ന് പറയുന്നത് എന്നും ഒരു കൈത്താങ്ങാണ്. മാത്രമല്ല പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിനകത്ത് വർണ്ണരാജികൾ നിറഞ്ഞുകൊണ്ടിരിക്കും. അതിന് പറ്റിയ ഗീതങ്ങളില്ലേ ഈ വയലാറുടെ വരികളൊക്കെ. വയലാറും ഭാസ്കരൻ മാഷും ONV സാറും ഈ പാട്ടുകളൊക്കെ കേട്ടാൽ ഒരു മനസ്സിൽ പ്രണയമില്ലാത്ത മനസ്സ് എവിടെയാണ് ഉണ്ടാവുക? അല്ല സാർ, സാറിന് നഷ്ടപ്പെട്ടു പോയ പ്രണയമാണോ അതോ? അങ്ങനെയൊന്നുമില്ല. പ്രണയത്തിൻ്റെ അങ്ങനെ ഒരു പ്രണയ അനുഭവത്തിൽ കൂടി ഞാൻ പറയല്ല. ഞാൻ പ്രണയിച്ചത് എൻ്റെ ഭാര്യയെ തന്നെയാണ്. കല്യാണത്തിന് ശേഷമുള്ള പ്രണയമാണ്. അതല്ലാതെ മറ്റൊരു പ്രണയത്തിൻ്റെ കാര്യമില്ല ഞാൻ പറയുന്നത്. അതൊക്കെ ചാബല്യമാണ്, പ്രണയ ചാബല്യമാണ്. അങ്ങനെ ചാബല്യങ്ങളുണ്ടായിരുന്നു? ആ ചാബല്യങ്ങൾ സ്വാഭാവികമായൊരു പ്രായത്തിലൊക്കെ കാണുമല്ലോ. നമ്മളൊക്കെ കളിച്ച് നടക്കുന്ന കാലത്ത്, ഫുട്ബോൾ കളിച്ച് നടക്കുന്ന കാലത്ത്, അന്നൊക്കെ നമ്മൾ പല പരിപാടികൾക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭൂതിയല്ലേ അത്. അതൊരു അനുഭൂതിയാണ്. അല്ല സാറിന് നല്ലൊരു യങ് ഏജിൽ തന്നെ, വളരെ ചെറുപ്രായത്തിൽ തന്നെ പൊതുപ്രവർത്തനവും പിന്നെ ഈ ഹെയർ സ്റ്റൈലൊക്കെ ആയതുകൊണ്ട് ഒരു നോട്ടഡ് ഫിഗറായിരുന്നു. എവിടെ ചെന്നാലും അന്നേ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെയുള്ള സമയങ്ങളിൽ ഏതെങ്കിലും പ്രണയാഭ്യർത്ഥന കിട്ടിയിട്ടുണ്ടോ സാർ? അല്ല ഇവിടെ പറയാം സാർ, ഇവിടെ പറയാം, ഇവിടെ ഒരു പ്രശ്നമില്ല. അതൊക്കെ സ്വാഭാവികമല്ലേ ഈ പ്രായത്തിലൊക്കെ. ആ പ്രായത്തിലൊക്കെ സ്വാഭാവികമല്ലേ. അന്നൊക്കെ കത്തുകളായിരുന്നു. പക്ഷേ അതിനുള്ള വലിയ സന്ദർഭങ്ങൾ എനിക്കില്ലായിരുന്നു. പിന്നെ കാരണം എന്താ, എൻ്റെ കല്യാണം വളരെ നേരത്തെയാണ്, 20 വയസ്സിൽ കല്യാണമാണ്. അതുകൊണ്ട് പിന്നെ വലിയ പ്രണയിച്ച് നടക്കേണ്ട ഒരു കാലമൊന്നുമില്ല. കടിഞ്ഞാണുണ്ട്. പിന്നെ പ്രണയം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴേ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ പ്രണയിച്ച് ആരെയും വഞ്ചിക്കാൻ എൻ്റെ മനസ്സനുവദിക്കില്ല. ഇനി ഞാൻ ആത്മാർത്ഥമായുള്ള ബന്ധങ്ങളില്ലാതെ ഒരു കാപട്യ ബന്ധത്തിന് ഞാൻ ഒരിക്കലും തുനിയാറില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ നിരാശപ്പെടുത്താൻ എനിക്ക് പറ്റില്ല, എനിക്കത് പറ്റില്ല. അതുകൊണ്ട് ഒരു പ്രണയ മനസ്സില്ലാതിരിക്കുമോ? തീർച്ചയായും. പ്രേമ ചകോരി എന്ന് പറഞ്ഞതുപോലെ ഒരു മനസ്സില്ലാതിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള മനസ്സ് സ്വാഭാവികമാണ് താനും. ആ മനസ്സിന് പ്രചോദനം നൽകുന്നതാണ് ഈ പറഞ്ഞ പോലെ പാട്ട്. ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്ന പാട്ടുകൾ നിങ്ങൾ ഓർക്കണം. നീലക്കുയിൽ അന്ന് കായലരികത്ത് വലിയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി, പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നെറുക്കിന് ചേർക്കണേ.
അതിൻ്റെ മലയാള മനസ്സിൽ ഇന്നത്തെ പ്രണയാഭ്യർത്ഥന പോലെ അന്നത്തെ പാട്ടായത്. പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നിറക്കിന് ചേർക്കണേ എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രണയഗാനങ്ങളെല്ലാം ആ പ്രണയഗാനങ്ങൾ രചിക്കുന്ന ആ രചയിതാവിൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തരുന്നില്ലേ പ്രണയഗാനങ്ങൾ.